അനീഷ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അനാവശ്യമായ പ്രിവിലേജ് കിട്ടുന്നുണ്ട്, 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അനീഷ് പറഞ്ഞാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആണുങ്ങളുടെ ശരീരത്തിനേക്കാളും എന്താ പറയാ വീക്കാണെന്ന് തോന്നുന്നല്ലോ പെണ്ണുങ്ങൾ. ഇപ്പം ഡെലിവറിക്ക് ശേഷം എന്തായാലും വീക്കാവും. നമ്മൾ അനുഭവിച്ചവരാണ്. മീൻസ് ഞാനൊരു അമ്മയാണ്, പ്രസവിച്ച ആളാണ്. സോ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ രീതിയായിരിക്കും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, നമുക്ക് എത്രത്തോളം റെസ്റ്റ് വേണം. ഏതൊരു അമ്മയ്ക്കും അതറിയാം. ഏതൊരു അമ്മമാർക്കും ഏതൊരു സ്ത്രീകൾക്കും, പ്രസവിച്ച ഒരു സ്ത്രീകൾക്കും അറിയാം. സോ അനീഷന്റെ നല്ല സ്വീകരണം ഒക്കെ കണ്ടിരുന്നോ? അനീഷിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. ഞാനത് പറഞ്ഞല്ലോ, ഐ ലവ് യു അനീഷ്. ഞാൻ പറഞ്ഞല്ലോ, അനീഷിനോട് ഞാൻ പറഞ്ഞു. ഈ ഷൂട്ടുകൾക്കിടയിൽ ഋതപ്പനെയും കിച്ചുവിനെയും ഒക്കെ അത്യധികം കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാതെ വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? നാട്ടില് നമുക്ക് പറ്റുമല്ലോടാ, നമുക്ക് പറ്റും. പിന്നെ ഈ ദുബായില് പറഞ്ഞ പോലെ നമുക്കിപ്പോ എപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യാമല്ലോടാ, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടല്ലോ. ബിഗ് ബോസ് കാണാതിരുന്നത്, നേരിട്ട് കാണാൻ വേണ്ടിട്ട് ആ ഒരു സൗകര്യം കിട്ടാതെ വരുന്നതൊക്കെ ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതിലൂടെ അല്ലേ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇതിലൂടെ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് വിഷമമാകുന്നത്. അയ്യോ, നേരിട്ട് കാണാൻ. ഞാൻ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ വീഡിയോ കോൾ എനിക്ക് സങ്കടമാണ്. വേറൊന്നും കൊണ്ടല്ല, എല്ലാരും സന്തോഷിക്കാനാണ് വീഡിയോ കോൾ. അങ്ങനെങ്കിലും കാണാമല്ലോ, എനിക്ക് അങ്ങനെങ്കിലും കണ്ടാൽ പോലെ. നേരിട്ട് കാണുന്നത് നേരിട്ട് കാണണം, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡുള്ള ആളാണ് ഞാൻ. അതെ, അതുകൊണ്ട് കഴിവതും ഞാൻ വീഡിയോ കോളും ഓഡിയോ കോളും ഒന്നും ചെയ്തു. സൗണ്ട് കേട്ട ഓർത്താലോ. അപ്പം മനസ്സിലായല്ലോ, കൂട്ടുകാരെൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയും, രേണുസുതി ഞങ്ങളെ വിളിക്കുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല, എടുക്കുന്നില്ല. ഇതാണ്, നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ സൗണ്ട് ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളെ നേരിട്ട് സംസാരിക്കാൻ തോന്നും. വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങളെ നേരിട്ട് കാണാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ അധികം ഫോൺ യൂസ് ചെയ്യാത്തത്, നിങ്ങളോട് സംസാരിക്കാത്ത, വീഡിയോ കോൾ ചെയ്യാത്തത്. അതുപോലെ അനീഷന്റെ ഈ പറഞ്ഞ നാട്ടിലെ സ്വീകരണം ഒക്കെ കണ്ടിരുന്നോ? പിന്നെ ഭയങ്കര സന്തോഷമായി. കാരണം അനീഷിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. ഞാനത് പറഞ്ഞല്ലോ, ഐ ലവ് യു അനീഷ്. ഞാൻ പറഞ്ഞല്ലോ, അനീഷിനോട് ഞാൻ പറഞ്ഞു, ഐ ലവ് യു അനീഷ്. അനീഷ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഐ ലവ് യു അനീഷ്. അനീഷ് യു ആർ മൈ ബ്രോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹഗ് ചെയ്തപ്പം ലവ് യു മൈ സിസ്റ്റർ എന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെ ഒരു നിങ്ങൾ ഭയങ്കര ഒരു പോസിറ്റീവ്, നിങ്ങളെപ്പോലെ ഒരു പോസിറ്റീവ് ആളെ ഞാൻ കണ്ടിട്ടില്ല എന്നും അനീഷിൻ്റെ അടുത്ത് എന്തോ ഒരു വാക്ക് പറഞ്ഞു. ലൈവിൽ കാണിച്ച് കേൾപ്പിച്ചായിരുന്നു, അത് ലൈവിൽ പോയായിരുന്നു. അതുപോലെ അനീഷ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്ത്രീകൾക്ക് അനാവശ്യമായ കുറച്ച് പ്രിവിലേജ് ഒക്കെ ഉണ്ട്. കണ്ടില്ല, കാണണം കേട്ടോ, സത്യമായിട്ടും കണ്ടില്ല. ഈ അനാവശ്യമായ പ്രിവിലേജ് കിട്ടുന്നുണ്ട്, 6 മാസത്തെ, നമ്മളും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടതാണ് കേട്ടോ, 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതായത് ഡെലിവറിക്ക് ശേഷം ഡെലിവറി അങ്ങനെയൊക്കെ പറയുന്നുണ്ടായി. അത് ഞാൻ കേട്ടില്ല അനീഷ് പറഞ്ഞേട്ടോ, ഞാനും ഇങ്ങനെ കണ്ടതാണ്. അയ്യോ, അത് പറഞ്ഞത് ഇപ്പം എനിക്കൊന്ന് അതായത് ആണുങ്ങളുടെ ശരീരത്തിനേക്കാളും എന്താ പറയാ വീക്കാണെന്ന് തോന്നുന്നല്ലോ പെണ്ണുങ്ങൾ. ഇപ്പം ഡെലിവറിക്ക് ശേഷം എന്തായാലും വീക്കാവും നമ്മുടെ ശരീരം. അപ്പൊ നമുക്ക് എന്തായാലും റെസ്റ്റ് എടുക്കണം. അനീഷ് പറഞ്ഞാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബാക്കി എല്ലാ കാര്യവും ഓക്കെയാണ്. അപ്പം നമ്മൾ അനുഭവിച്ചവരാണ്. മീൻസ് ഞാനൊരു അമ്മയാണ്, പ്രസവിച്ച ആളാണ്. സോ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ രീതിയായിരിക്കും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ, നമുക്ക് എത്രത്തോളം റെസ്റ്റ് വേണം. ഏതൊരു അമ്മയ്ക്കും അതറിയാം. ഏതൊരു അമ്മമാർക്കും ഏതൊരു സ്ത്രീകൾക്കും, പ്രസവിച്ച ഒരു സ്ത്രീകൾക്കും അറിയാം. സോ ഞാൻ അനീഷിനെ കുറ്റപ്പെടുത്തിയതല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അറിവ് കൊണ്ടാകാം, ആകാതിരിക്കാം, എന്തുമാട്ടെ. സപ്പോസ് ഞാനത് കേട്ടില്ല, അനീഷ് പറഞ്ഞാട്ടേ കേട്ടില്ല, ഇങ്ങനെ ഞാൻ കേട്ടതേ ഉള്ളൂ. സോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ശരീരം, പെണ്ണുങ്ങളുടെ ശരീരം തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമ്മൾ വീക്കാവും അല്ലേ. കുറേ എന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊന്ന് ഓക്കെ ആവണത്. അങ്ങനെയാണ്, അത് വലിയൊരു പ്രോസസ്സിങ് ആണ് ഡെലിവറി എന്ന് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി പഠിപ്പിക്കുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. കാരണം അതൊരു വലിയ അനുഗ്രഹമാണ്. അത്യപൂർവ്വം ഒരു അനുഗ്രഹമാണ് ഒരു അമ്മയാകുക, ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഭൂമിയിലേക്ക് ആ കുഞ്ഞിനെ വെട്ടം കാണിക്കുക, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. സപ്പോസ് എൻ്റെ ഇതിൽ പറയുന്നതാണ്, ഭാഗ്യം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഏറ്റവും വലിയൊരു ഭാഗ്യവതി തന്നെയാണ്. 2 പിള്ളേരുടെ അമ്മയാണ് ഞാൻ. സോ വശീകരിച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോ ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ ഇപ്പം BB7 കഴിഞ്ഞതിന് ശേഷം ദിൽഷയും ഇതേ ഒരു സെയിം അനുഭവത്തിലൂടെ കടന്നുപോയൊരു വിന്നറാണ്. കാരണം വിന്നറാകാൻ അർഹതയില്ലാതെ വിന്നറായി എന്ന് പറഞ്ഞിട്ട് ദിൽഷയും കുറേ അധികം
ഈ പറയുന്ന പോലെ സൈബർ ബുള്ളിങ് ഒക്കെ നേരിട്ടുണ്ട്. ഇപ്പോൾ അതേ അവസ്ഥയിലൂടെയാണ് അനുവും കടന്നു പോകുന്നത്. അനുവിനെ ഈ പറയുന്ന പോലെ ഒന്ന് മാറി ഓരോ കണ്ടസ്റ്റന്റുകളാവട്ടെ ഓരോരുത്തർ ഈ തരത്തില് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയെ ചേച്ചി എങ്ങനെ ഞാൻ പറഞ്ഞില്ലേടാ, ഞാൻ ആരെ പറ്റി അങ്ങനെ എനിക്കങ്ങനെ തോന്നി. എന്തിനാണ് എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വീഡിയോ പറയാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്. അവരുടെ മനസ്സിലെ അല്ലെ സന്തോഷങ്ങളും അവരുടെ മനസ്സിലെ ഫീലിങ്സും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫീലിങ്സ് ആണ് നമ്മൾ ഓരോ പേഴ്സണും. സോ അവരവരുടെ ഇത് ചെയ്യുന്നു, ഞാൻ എൻ്റെ കാര്യം നോക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലെ എനിക്ക് എൻ്റെ ആൽബം റീൽ ഇനി പുതിയ ചെയ്യാനുള്ള പ്രതീക്ഷയായിട്ട് കുറെ നാളെ റീൽ ചെയ്തിട്ട് ആൾക്കാർ കേൾക്കുന്ന പ്രതീക്ഷ തേച്ചോടി ഉപേക്ഷിച്ചു. എന്തിനാണ് ഞാൻ ഉപേക്ഷിക്കുന്നത്? ഞാനും പ്രതീക്ഷയും ഒരുമിച്ച് ഒരു ആൽബം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ കാശ് വേണം അല്ലെ? ആൽബം ചെയ്യണം, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. എന്നാൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ പ്രതീക്ഷ പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് പ്രൊഡ്യൂസർമാർ ഞങ്ങളെ വിളിക്കുന്നില്ല, ഞങ്ങൾ എന്താ ചെയ്യാൻ? അപ്പം ആൽബത്തിലെ പ്രൊഡ്യൂസർമാർ കേട്ടല്ലോ അല്ലേ? അല്ല, എന്നിട്ട് നിങ്ങളുടെ ചേച്ചി ഇപ്പം ബിബി റീ എൻട്രിക്ക് പോകുന്നതിന് മുമ്പ് ഒരു റീൽ കുറെ നാൾ മുന്നേ എടുത്ത റീലാണ്. ആണോ? വളരെ മനോഹരമായിട്ടുള്ള റീലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, അതിപ്പോഴാണ് പോസ്റ്റ് ചെയ്തതന്നേ ഉള്ളു അല്ലേ? അതിനുശേഷം അപ്പൊ നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം ഒന്നും ലഭിച്ചില്ല. ഇന്ന് എനിക്കൊരു മെസ്സേജ്, ചേച്ചി നിങ്ങൾ എവിടെ? നിങ്ങളെ കാണാൻ പോലും ഇല്ലല്ലോ. അവരുടെ പ്രതീക്ഷയെ ഞാൻ ഓട്ടത്തോടെ എനിക്ക് എന്നെ തന്നെ കാണാനുള്ള സമയമില്ല. അപ്പോഴാണോ ഞാൻ അങ്ങോട്ട് വരുന്നത്. ശരിക്കും നല്ല മിസ് ചെയ്യുന്നുണ്ട് പ്രതീക്ഷനെ, അമ്മൂനെയൊക്കെ, വൈഫിനെ. കാരണം ഏറ്റവും കൂടുതൽ ചേച്ചീന്റെ കൂടെ ട്രാവൽ ചെയ്തതാവട്ടെ, ചേച്ചി ആ ഒരു ബിസി ടൈമിൽ ഏറ്റവും കൂടുതൽ ചേച്ചീന്റെ കൂടെ പെയറായിട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയാണ്. അതുപോലെ അച്ചു, കുഞ്ഞ്, അവളെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ, അച്ഛനായിട്ട് അമ്മയാട്ടെ. കാരണം നമുക്ക് എപ്പോഴും ഒന്നും വിളിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആരെയും എപ്പോഴും വിളിക്കാറില്ല. ഇപ്പൊ ഒട്ടും ടൈം ഇല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല, ഞാൻ വിളിക്കാൻ അങ്ങനെ സംസാരിക്കാറില്ല ആരോടും. പക്ഷെ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. എക്സ്പെഷ്യലി പ്രതീക്ഷ, വൈഫ്, ഫാമിലി ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അവരെയൊന്നും. ആരെയും മറക്കാൻ പറ്റൂല. പിന്നെ ദാസേന്റെ കൂടെയുള്ള മാറ്റം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം എന്തായാലും എന്റെ അഭിനയത്തിനെ കുറ്റം പറഞ്ഞ ഡയറക്ടർമാർ പോലും മാറ്റി പറഞ്ഞു. അതൊന്ന് മാറ്റം ഒന്ന് കണ്ടു നോക്കണം, പേഴ്സണലി ഒന്ന് കണ്ടു നോക്കണം. കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറഞ്ഞു, നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫുമായിട്ട് ബന്ധമുള്ളൊരു ഷോർട്ട് മൂവിയാണ്. ഒരു ഹസ്ബൻഡ് മരിച്ചു, ആ ഒരു രീതി. പിന്നെ ഇപ്പോഴത്തെ നാട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത്. എന്തായാലും നല്ലൊരു വിജയം തന്നെയായിരുന്നു ആ സിനിമ, ഷോർട്ട് ഫിലിം. അഖിൽ മാടായിയുടെ മാറ്റം അടിപൊളിയായിട്ട്. ഇനി വരാനിരിക്കുന്ന ഷോർട്ട് ഫിലിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ആൽബം കമ്മിറ്റഡ് ആണ്, അടുത്ത ദിവസം തന്നെ തുടങ്ങും. പിന്നെ ഉള്ളത് ഇനോഗ്രേഷൻ, പിന്നെ പ്രോജക്റ്റ് വേറെ ഏതാ ഉള്ളത്. പിന്നെ ഇനോഗ്രേഷൻസ് ഉണ്ട് ബ്യൂട്ടി പാർലറിന്റെ നാട്ടിൽ തന്നെ, ആറന്മുളയിലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കോഴിക്കോട് 2 പ്രൊമോഷൻസ്, ഇനോഗ്രേഷൻസ്, അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളായിട്ട് നടക്കുന്നത്. അതെ, സിനിമ ഒന്നും വന്നിട്ടില്ല. വന്നത് ഞാൻ പറഞ്ഞില്ല, കരിഷ്മയാണ് കോണ്ടാക്ട് ചെയ്തത്. പറയും. ഇപ്പോ ചേച്ചിക്ക് ബിഗ് ബോസിൽ ഏറ്റവും ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരാളെ, അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ട ഒരാളെ വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ഞങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരും? ഇപ്പൊ തന്നെ വിളിച്ച് കാണിക്കാൻ വേണം. ഹായ്, സുഖാണോ? എവിടെയാ നീ? എവിടെ മിൻസി കൊച്ച്? ചാച്ചൻ എന്ത്? എന്റെ ചാച്ചൻ പാവുണ്ട്. എന്റെ ചാച്ചനെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ കേട്ടോ കൊച്ചേ. പാവം ഞാൻ തിരക്കുന്നു. ആണോ? പൊളിച്ച് സൂപ്പർ. ഈ കളറല്ലായിരുന്നോ ഞാൻ ലാലേട്ടന് ഫൈനാലെ കിട്ടത്? അതാണ് വസീകരമാടി വശീകരിച്ചിരിക്കുന്നു രേണു സുധി. കഴിച്ചോടി? ഓക്കേടി. അടിപൊളി. എല്ലാരും തിരക്കെന്ന് പറയട്ടെ, നമുക്ക് കാണാം. ഞാൻ കുറച്ച് അബുദാബി, ബഹ്റൈൻ, അമേരിക്ക ട്രിപ്പൊക്കെ ഒന്ന് കഴിഞ്ഞ് വരട്ടെ. ഓക്കെ, ബൈ. ഓക്കെ, ഉമ്മ ലവ് യു ഉമ്മ. ശരി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബേബിയുടെ റീ എൻട്രി ആണെങ്കിലും ബേബിയിൽ പോയി കഴിഞ്ഞൊക്കെ ആണെങ്കിലും ആള് ഭയങ്കര തിരക്കായിക്കാന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അതിന്റെ ഇടയ്ക്കും ഈ പറയുന്ന പോലെ ഓട്ടത്തിന്റെ ഇടയ്ക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം ചേച്ചി മാറ്റി വെച്ചു. ഞങ്ങൾക്ക് കുറെ അധികം വിശേഷങ്ങൾ ചേച്ചിന്റെ അറിയാൻ പറ്റി. ഇനിയും അങ്ങോട്ട് എന്താ പറയാ, നെവിൻ പറഞ്ഞതുപോലെ തന്നെ ദേശാടന പക്ഷിയായിട്ട് ഇങ്ങനെ പറക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. താങ്ക് യു ചേച്ചി. താങ്ക് യു.
അതെ, അതുപോലെ തന്നെ ചേച്ചി ഇങ്ങനെ ഒരു ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ കണ്ടതാണ്. ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ചേച്ചിക്ക് ദുബായിൽ ഒരു മാനേജർ, ബഹ്റിനിൽ ഒരു മാനേജർ, നാട്ടിലൊരു മാനേജർ എന്ന് പറഞ്ഞത് എന്താ സത്യാവസ്ഥ? ദുബായിലെ മാനേജർ എന്ന് പറഞ്ഞ നമ്മുടെ പാപ്പിലുള്ള നമ്മുടെ ഓപ്പറേഷൻ മാനേജർ റോബി ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ ദുബായിലൊരു മാനേജർ. ബാച്ചിലേഴ്സ് ബഹ്റിലെ കാര്യം പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ സുവിനാണ്. അപ്പം അവിടെ ഇങ്ങനെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ അവരോട് ഇത് ചോദിക്കുമല്ലോ, റിവ്യൂ ചോദിക്കുമല്ലോ. അപ്പം അവിടെ അപ്പൊ സുവി പറയുന്നത് ഞാൻ മാനേജർ ആയിക്കോളാം, ഇവിടുത്തെ മാനേജർ. പിന്നെ നാട്ടിലെ നമ്മുടെ സ്വന്തം ബെസ്റ്റ് 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 ഫ്രണ്ട് എൻ്റെ കരിഷ്മയാണ്. കരിഷ്മ കപൂർ അല്ല, കരിഷ്മയാണ്. അവളെ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ തിരക്കായിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രേണുസുതിയ. മാനേജർമാർക്ക് എന്തെങ്കിലും സാലറി ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും? മാനേജർ എന്ന് പറയുന്ന കരിഷ്മ അതിന്റെ ഒഫീഷ്യൽ മാനേജറാണ്. രേണുസുതിയുടെ മാനേജർ കരിഷ്മ. ബട്ട് അതിലുപരി എൻ്റെ സഹോദരിയാണ്, എൻ്റെ ഫ്രണ്ടാണ്, എല്ലാമാണ്. അതുപോലെ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടതിന് അത് ഒന്നും കൂടെ എടുത്ത് പറയേണ്ടതാണ്. എൻ്റെ ചേച്ചി നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യമാണെങ്കിലും ആളുടെ അടുത്ത്. ഇപ്പം കുറേ നാൾ മുന്നേ ഞങ്ങൾ അങ്ങനെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ അല്ലായിരുന്നു. ഇപ്പം എൻ്റെ സ്വന്തം ചേച്ചി രമ്യ ചേച്ചിയായിട്ട് ഇപ്പം നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. ഞങ്ങൾ 7-8 വയസ്സിന് ഡിഫറെൻ്റ് ആണ്. രമ്യാച്ച, രമ്മ, ദമ്മ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും എടി എന്നൊക്കെ വിളിക്കുമെങ്കിലും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ തിരക്കായിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും അത് രേണുസുതിയ. കാരണം ആദ്യം ദുബായിൽ പോകുന്നു, പിന്നെ ബഹ്റിനിൽ പോകുന്നു, ഇപ്പൊ വീണ്ടും ഞാൻ എവിടെയോ കേട്ടു അടുത്ത് എവിടെയോ പോവാൻ പ്ലാൻ ആണെന്ന് പറയുന്നത്. അതെന്താ സംഭവം? ഞാൻ ദുബായിൽ പോയത് പാപ്പിലോണിന് വേണ്ടിയിട്ടാണ്. ബഹ്റിനിൽ പോയത് ബാച്ചിലേഴ്സ്, അതായത് ഇത് രണ്ടും ബാർ റെസ്റ്റോറൻ്റ് ആണ്. ബഹ്റിനിൽ അടുത്ത മാസം വീണ്ടും പോകുന്നുണ്ട്. അപ്പം അതിന്റെ വിസയും കാര്യങ്ങളൊക്കെ വന്നില്ല. അപ്പൊ അതിന്റെ പ്രോസസ്സിങ് നടക്കുന്നു. അപ്പൊ ദുബായിൽ പോയപ്പോ ഞാൻ ഒരു റോസസ് ഡ്യൂവിൽ എന്ന് പറയുന്ന സ്മിത ചേച്ചിയുടെ റോസസ് ഡ്യൂവിൽ ഞാൻ ഒരു പ്രൊമോഷൻ കൊടുത്തായിരുന്നു. അത് ബ്യൂട്ടി പാർലറാണ്, ക്ലിനിക്കാണ്, ബ്യൂട്ടി ക്ലിനിക്കാണ്. അപ്പൊ അവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. വർഷങ്ങളായിട്ട് അവരവിടെ ഷോപ്പൊക്കെ നടത്തുന്നതാണ്. അപ്പം നല്ല സർവീസാണ് എന്തായാലും. അപ്പൊ അവരുടെ ന്യൂ ബ്രാഞ്ച് ഇനോഗ്രേഷൻ ആണ്. ദേരയിലാണ് അവരുടെ പുതിയ ബ്രാഞ്ച്. അപ്പം എന്നെയാണ് വിളിച്ചത്. കുറേ ദിവസമായിട്ട് ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ തിരക്ക് കഴിഞ്ഞിട്ട് എവിടെ ഫോൺ എടുക്കാൻ എനിക്ക് സമയമില്ലല്ലോ. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയപ്പോഴത്തേന് വോയിസ് കേട്ട് ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് രേണു ഞാൻ വിളിക്കുന്നത്, ഒന്ന് കോൾ എടുക്കുക. അപ്പോഴാണ് കാണുന്നത്. പിന്നെ അപ്പം 23-നോ ആ ഒരാഴ്ച വീക്കിൽ പോകേണ്ട വരും എന്തായാലും. കൺഫേം ടിക്കറ്റ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൺഫേം പറയുന്നില്ല പോകുന്ന ഡേറ്റ് എന്നാലും കൺഫേം ആക്കിയാൽ ഞാൻ എന്തായാലും അറിയിക്കും. പോസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവരും അറിയുമല്ലോ. ഒരുപാട് സന്തോഷം. അതെ, അതുപോലെ തന്നെ ചേച്ചി ഇങ്ങനെ ഒരു ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ കണ്ടതാണ്. ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ചേച്ചിക്ക് ദുബായിൽ ഒരു മാനേജർ, ബഹ്റിനിൽ ഒരു മാനേജർ, നാട്ടിലൊരു മാനേജർ എന്ന് പറഞ്ഞത് എന്താ സത്യാവസ്ഥ? ദുബായിലെ മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപ്പിലുള്ള നമ്മുടെ ഓപ്പറേഷൻ മാനേജർ റോബി ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ ദുബായിലൊരു മാനേജർ. ബാച്ചിലേഴ്സ് ബഹ്റിലെ കാര്യം പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ സുവിനാണ്. അപ്പം അവിടെ ഇങ്ങനെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ അവരോട് ഇത് ചോദിക്കുമല്ലോ, റിവ്യൂ ചോദിക്കുമല്ലോ. അപ്പം അവിടെ അപ്പൊ സുവി പറയുന്നത് ഞാൻ മാനേജർ ആയിക്കോളാം, ഇവിടുത്തെ മാനേജർ. പിന്നെ നാട്ടിലെ നമ്മുടെ സ്വന്തം ബെസ്റ്റ് 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 ഫ്രണ്ട് എൻ്റെ കരിഷ്മയാണ്. കരിഷ്മ കപൂർ അല്ല, കരിഷ്മയാണ്. അവൾ എന്തായാലും നല്ല രീതിയിൽ എന്നെ ഫുൾ സപ്പോർട്ടുണ്ട്. അവള് ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നല്ല ആൾക്കാർ വരുമ്പോൾ ചില നല്ല നിമിഷങ്ങളുണ്ടാകും, ചില നല്ല ഉയർച്ചകളുണ്ടാകും എന്നൊക്കെ പറഞ്ഞത് സത്യമാണ്. നമ്മളെ പിന്നിൽ നിന്ന് കുത്താത്ത ആൾക്കാർ നമ്മുടെ കൂടെ വരുമ്പോൾ നമുക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്ന കാര്യം സത്യമാണ്. മനസ്സ് നന്നാകുന്നവരുടെ അവരടുക്കുമ്പോഴാണ് നമുക്ക് സത്യം ഉയർച്ചകൾ വരുന്നത്. അങ്ങനെ കുറച്ച് പേര് ഇതിനു മുന്നേ ഞാൻ 6-7 മാസം മുന്നേ ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്ക് രേണു. പക്ഷേ അവരൊക്കെ തിരിഞ്ഞ് ഞാൻ ഓരോരോ സന്ദർഭങ്ങളിൽ അവർ തിരിഞ്ഞ് കുത്തുന്നതായിട്ടാണ്. വോയിസിലൂടെ അല്ലെങ്കിൽ ഒരു ക്ലിപ്പിങ്സിലൂടെ അല്ലെങ്കിൽ കോള് വിളിച്ച് ഓരോ വ്ളോഗർമാരുടെ കുറ്റം പറയുന്നതിലൂടെ, കാണുമ്പോൾ തന്നെ തിരിഞ്ഞു പോകുന്നതിലൂടെ, ബ്ലോക്ക് ആക്കുന്നതിലൂടെയൊക്കെ ഇവർക്ക് എന്താണ് രേണുവിനെ പറ്റി, രേണു ഒന്നുമില്ലാതെ മണ്ണടിച്ച് തീർന്നു പോകുന്ന കരുതിയ രേണുസുതി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് വരെയായി. ചിലപ്പോൾ അവർക്കൊന്നും സാധിക്കാത്ത രീതിയിൽ ചിലപ്പം വലിയ സംഭവമായെന്ന് ഞാൻ പറയുമല്ല, അവരുടെ മനസ്സിലുണ്ടായിരിക്കും ആ രേണു വലിയ സംഭവമായെന്നൊക്കെ. അവള് ദുബായി പോകുന്നു, ബഹ്റിന് പോകുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർക്ക് നെഗറ്റീവ് അടിച്ച് തന്നെ. പക്ഷെ നല്ല ആൾക്കാർ, കരിഷ്മ, ആതിര, അങ്ങനെയുള്ള കുറച്ച് നല്ല ആൾക്കാർ വന്നപ്പം നമ്മൾ തിരിഞ്ഞു കുത്താത്തവർ വന്നപ്പം നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ ഹാപ്പി ആയപ്പോൾ നമുക്ക് പോസിറ്റീവ് വൈബ് വന്ന് നമ്മൾ ബിഗ് ബോസിൽ കയറി, നമ്മൾ ദുബായിൽ പോയി. ദുബായിലൊക്കെ നമ്മൾ ലൈഫിൽ പോകുന്നു ഞാൻ ചിന്തിച്ച കാര്യം പോലും അല്ല. ഒരു സെലിബ്രേറ്റ് ആയിട്ട് തന്നെ ഞാൻ സെലിബ്രേറ്റ് ആവുന്ന ലൈഫിൽ ചിന്തിച്ച കാര്യമല്ല. എല്ലാം എന്താ പറയാ, ഒരു പെട്ടെന്ന് ഒരു വരവ് വന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും മുന്നിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാന്ന് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയത്തുമില്ല.
എന്തായാലും ബിഗ് ബോസ് കൊണ്ട് എന്തായാലും സന്തോഷം. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എവിടെയും ഏത് രേഖയിലും എഴുതപ്പെടുന്ന ഒരു അല്ലെ, ഒരു നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലെ ചരിത്രത്തിൽ എഴുതപ്പെടാം. അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു റിയാലിറ്റി ഷോ, അത് ചരിത്രമാണ് അല്ലെ. ചരിത്രത്തിന്റെ ഏടുകളിൽ 7 നമ്മൾ എഴുതപ്പെട്ടു. 7 എൻ്റെ ലക്കി നമ്പറാണെന്ന് തോന്നുന്നു, വേറൊന്നും അല്ല. 7 കയറി. സെപ്റ്റംബർ 7 ആണ് എൻ്റെ ബർത്ത്ഡേ. നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേ അന്ന് സെയിം ആണ്. അപ്പം അന്ന് ലാലേട്ടൻ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്, ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണെന്ന്. ലാലേട്ടൻ അറിയാം, എന്നാലും എന്റെ ബർത്ത്ഡേ അന്ന് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ എല്ലാവരോടും പറയണം, മമ്മൂക്കേന്റെ ബർത്ത്ഡേയും രേണുസുധിയുടെ ബർത്ത്ഡേയും ഒരു ദിവസമാണ്, സെപ്റ്റംബർ 7. അതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏജ് ഒന്നും അറിയാത്തതെന്ന് ഞാനങ്ങ് മുൻപ് ഒന്ന് കൂട്ടി പറയുകയാണ് സഹോദരി. അതുപോലെ തന്നെ ഈ കിച്ചുവും ഋതപ്പനും ഒക്കെ ആയിട്ട് ട്രിപ്പ് ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഈ പുറത്തേക്ക്? അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കാര്യമല്ലോട്ടോ, നമ്മൾ അതിനുള്ള പൊസിഷൻ ആകണം. പൊസിഷൻ ആയ എന്തായാലും കൊണ്ടുപോകും, അല്ലാതെ ഇപ്പം എനിക്ക് അതിനുള്ളതൊന്നും ആയിട്ടില്ല. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സൂചിച്ചേട്ടൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി കുറേ നാൾ വെറുതെ കിടന്നത് പോയി. ഇപ്പം നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെയാണ് നന്നാക്കാൻ പറ്റും. ഇപ്പം കിച്ചു ഒരു വണ്ടി മേടിച്ചു. അപ്പം ഋതപ്പം ഭയങ്കര ബഹളം, കാരണം കിച്ചു കൂട്ടൻ വല്ലപ്പോഴല്ലേ വരിക. അപ്പം ഋതപ്പന് ബഹളം അമ്മ വണ്ടി മേടിക്കും. അപ്പം എനിക്കിനിയിപ്പം അടുത്ത ഒരു വണ്ടി എടുക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കാന്നേ. അപ്പം കാർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോടാ, എനിക്ക് പേടിയാണ് വണ്ടി. ഇനി ഒട്ടും പഠിക്കൂല. ഡ്രൈവിങ് പഠിച്ചതാണ്, പക്ഷെ ഇനിയും എനിക്ക് പറ്റൂല. അല്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രമായിരിക്കണം ലോകത്തിൽ കാറും കൊണ്ട് വണ്ടി കൊണ്ട് പോകും, വേറെ ആരും വരല് വണ്ടി ഓടിക്കല്ലേ. ഞാൻ ഓടിക്കുന്ന റോഡിൽ ഇറക്കരുത്, അല്ല ഹർത്താലുമായിരിക്കണം. അത് നടക്കത്തില്ല. എന്നിപ്പോ ഹർത്താലാകണമെന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമാണ്. അപ്പം എന്തായാലും അതുകൊണ്ട് ഒരു രക്ഷയില്ലപ്പാ വണ്ടി. ഇപ്പൊ എല്ലാരും പറയും, കണ്ടോ രേണുസുധിയുടെ ഉയർച്ച കണ്ടോ, പുറത്തേക്ക് ഇനാഗുറേഷന് പോകുന്നു, ദേ കാർ എടുക്കുന്നു, മാനേജർ ഉണ്ട്. മാനേജർമാർക്ക് എന്തെങ്കിലും സാലറി ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും? സാലറി നമ്മൾ തമ്മിൽ, ഞാനും അവളും തമ്മിൽ സാലറി ബന്ധം അല്ലെങ്കിൽ പോലും എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നല്ല ഫ്രണ്ടാണ്. പക്ഷെ എങ്കിൽ പോലും അതാണല്ലോ, അവളൊരു പോസ്റ്റിലിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് അതിന്റെ രീതിയിൽ നമ്മൾ അവളെ പരിഗണിക്കണം. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനത് അവൾക്ക് കൊടുക്കാറുണ്ട്. അത് അങ്ങനെയാണ്, അത് വേണം. അതാണ് ഒഫീഷ്യലായിട്ട് ആ ഒരു ബന്ധം. മാനേജർ എന്ന് പറയുന്ന കരിഷ്മ അതെന്റെ ഒഫീഷ്യൽ മാനേജറാണ്, രേണുസുധിയുടെ മാനേജർ കരിഷ്മ. ബട്ട് അതിലുപരി എൻ്റെ സഹോദരിയാണ്, എൻ്റെ ഫ്രണ്ടാണ്, എല്ലാമാണ്. അതുപോലെ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് അതിനത് ഒന്നും കൂടെ എടുത്ത് പറയേണ്ടതാണ്. എൻ്റെ ചേച്ചി നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യമാണെങ്കിലും ആളുടെ അടുത്ത്. ഇപ്പം കുറെ നാൾ മുന്നേ ഞങ്ങൾ അങ്ങനെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ അല്ലായിരുന്നു. ഇപ്പം എൻ്റെ സ്വന്തം ചേച്ചി രമ്യ ചേച്ചിയായിട്ട് ഇപ്പം നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. ഞങ്ങൾ 7-8 വയസ്സിന് ഡിഫറെൻ്റ് ആണ്. രമ്യാച്ച ദമ്മ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും എടി എന്നൊക്കെ വിളിക്കുമെങ്കിലും ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഇപ്പം മാറിയത് എനിക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ. അതെ, കുഞ്ഞുങ്ങളും ഒക്കെ എല്ലാവരും ഹാപ്പിയാണ്. അതെ, ഈ പറയുന്ന പോലെ ചേച്ചിയും ഋതപ്പനും കിച്ചും ഒക്കെ ആയിട്ട് ഇനാഗുറേഷന് പോകാൻ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഇല്ലടാ, അങ്ങനൊന്നും കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇതുവരായിട്ട്. ചേച്ചിക്ക് ആഗ്രഹമുണ്ടോ 3 പേർക്ക്? എല്ലാരും കൂടെ പോകുന്ന സന്തോഷമല്ലേ, പക്ഷെ എങ്കിൽ പോലും ഋതപ്പനെ എന്റെ കൂടെ പറഞ്ഞു വിടാനാണ്. നടക്കും. എന്നാന്നറിയോ, ഞാൻ പണ്ട് ഈ ബസ്സിലൊക്കെ ആയിരുന്നു പൊക്കോണ്ടിരിക്കുമ്പോ, അപ്പൊ ഞാൻ ഋതപ്പനെ ഒന്ന് തന്നൊരു സൂചന ഉള്ളപ്പം ഋതപ്പനെ ഒന്ന് എന്റെ കൂടെ തന്നുവിടാ ബസ്സിൽ. നീ പൊക്കോ ബസ്സിൽ കയറി, എന്റെ കൊച്ചിനെ ഞാൻ തരവില്ല. ഇവരുടെ വിചാരം ഞാനെന്തോ കുഞ്ഞാ, അവിടുത്തെ ഇളയ കുട്ടിയാ. ഋതപ്പൻ ഉണ്ടായിട്ട് പോലും നീ കുഞ്ഞാന്ന് എന്നോട് പറഞ്ഞു. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയായിട്ട് പോലും, കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് പോലും എന്നോട് നീ കുഞ്ഞാന്ന് പറയുന്നത്. എന്റെ കയ്യിൽ തന്നുവിടത്തൊന്നുമില്ല എങ്ങും ഒറ്റയ്ക്ക്. അതെ, പ്രത്യേകിച്ച് അമ്മ ഒട്ടും തന്നുവിടത്തില്ല എന്റെ കയ്യിലും ഋതപ്പനെ. അവരുടെ അടുത്താണോ മുത്തച്ഛന്റെ അടുത്താണ്? അതെ, അവരാണ് അവനെ നോക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം സ്കൂളിൽ വിടുന്നതും എല്ലാം. ഞാനിങ്ങനെ തിരക്കും കാര്യങ്ങളായിട്ട് ഇപ്പം 2 ദിവസം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ, ഒരു ദിവസം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ബാക്കി 10 ദിവസവും തിരക്കായിരിക്കും. അപ്പൊ ഇതപ്പോൾ വല്ലപ്പോഴും അല്ലേ. അപ്പൊ എന്നോട് ചോദിക്കും എത്ര ദിവസം കഴിഞ്ഞ് അമ്മ വരുന്നത് ചോദിക്കും. ഇപ്പം ഭയങ്കര കാറ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞോണ്ടൊക്കെ ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്നത്. സ്വിഫ്റ്റ് കാർ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഷിഫ്റ്റ് എന്ന് പറഞ്ഞോണ്ടൊക്കെ എന്തായാലും എടുക്കണം. അത് സ്വിഫ്റ്റ് കാർ തന്നെയാണ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം ഏതാ നല്ലതെന്ന്. അതെ, പുതിയത് എടുക്കാനാണോ അതോ? നമുക്ക് ആലോചിക്കുന്നുണ്ട്. പുതിയതാണെങ്കിലും എന്തായാലും എടുക്കും, നല്ലൊരു വണ്ടി തന്നെ എടുക്കും. നമുക്ക് അറിയില്ല, നമ്മൾ ആലോചിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ അടുത്തിടെ തന്നെ ഒരു ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു, ചേച്ചീനെ ഒരു ഫോറിൻ ലേഡി വന്ന് കണ്ട് പരിചയപ്പെടുന്നു, അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും ഉണ്ടോ ഈ പറയുന്ന പോലെ യാത്രയ്ക്കിടയിലൊക്കെ വന്ന് ഫോറിൻ ലേഡി? അത് ഭയങ്കര സന്തോഷമാണ്. കാരണം അവര് കുറേ നേരം അവര് നോക്കുമ്പോ ഒരു
കുഞ്ഞൊരു സാധനം ഓടിപ്പോന്ന് ചുറ്റും വീഡിയോക്കാർ ആൾക്കാരല്ല പഠിച്ചത് എന്തുവാടാ സംഭവം എന്ന്. എന്തായാലും ഞാൻ ഈശ്വര പെട്ട് പാണ്ടിലൊരു അടിച്ചത് തല വെച്ച. കാരണം നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവും. ഹായ്, ഹൗ ആർ യു, വാട്ട് ഈസ് യുവർ നെയിം ഒക്കെ നമ്മൾ പറയുന്നത് ആ ഒരു രീതി. പക്ഷെ ഇവർ ഭയങ്കര ഇംഗ്ലീഷ് അല്ലേ, മാതാമയല്ലേ ഓസ്ട്രേലിയ. പക്ഷെ ഒരു നല്ലൊരു സ്ത്രീയാണ്. അവരെന്നോട് പറഞ്ഞ ഞാൻ അയൺ ലേഡി ഇൻ ഇന്ത്യ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നെ പറ്റി സ്റ്റോറിയൊക്കെ ഇട്ട് എന്റെ കണ്ണ് നിറഞ്ഞു. കാരണം നമ്മളെ പുച്ഛിച്ച് തള്ളിയോരുടെ മുന്നിൽ അത്രയും വലിയൊരു എന്താ പറയാ, ഞാൻ അങ്ങനെ അവരെ കാണുന്നത്. ഓസ്ട്രേലിയയിൽ ഒരു മദാമ വന്ന് എന്നെ പറ്റി കെട്ടിപ്പിടിക്കുക, എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക, അതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ വെറും എഴുതി തള്ളിയവരുണ്ട്. എൻ്റെ നാട്ടുകാരും എൻ്റെ കുടുംബക്കാരും കുറച്ച് പേരെങ്കിലും എഴുതി തള്ളി. എല്ലാവരും ഞാൻ പറയുന്നില്ല, എഴുതി തള്ളിയിട്ടുണ്ട്. എൻ്റെ ഫാമിലി അല്ല പറഞ്ഞ, അല്ലാതെ ബന്ധുക്കളെ പലരും. സുചേട്ടൻ മരിച്ച ആ വീടിന്റെ ഇതിലൊക്കെ മുഴുവൻ എനിക്കെതിരായിരുന്നു. എനിക്കെതിരെന്നാണ് ഇവള് തീർന്നെന്നാ പറയുന്നത്. ഇവള് നശിച്ചു പോയെന്നാണ് പറഞ്ഞ സ്ഥാനത്ത് ഇത്രയൊക്കെ ദൈവം തമ്പുരാൻ എത്തിക്കാമെങ്കിൽ ഇനി മുന്നോട്ട് തന്നെ നടത്തത്തില്ലേ. അപ്പൊ ദൈവം എന്ന് പറയുന്ന സത്യം നമ്മളോട് ഉള്ളതുകൊണ്ടല്ലേ. ഇതിലുപരി ഞാൻ പറഞ്ഞ പോലെ സുധിച്ചേട്ടൻ എന്നുള്ള ഒരു സത്യം, ഒരു ആത്മാവ് എൻ്റെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ മുന്നോട്ട് പോകുന്നത്. അത് എവിടെയും ഞാൻ വിളിച്ചു പറയും. അദ്ദേഹമാണ് വഴി നടത്തുന്ന ഒരു സത്യം എന്നെ. അനീഷ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അനാവശ്യമായ പ്രിവിലേജുകൾ കിട്ടുന്നുണ്ട്, 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അനീഷ് പറഞ്ഞാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആണുങ്ങളുടെ ശരീരത്തിനേക്കാളും എന്താ പറയാ വീക്കാണെന്ന് തോന്നുന്നല്ലോ പെണ്ണുങ്ങൾ. ഇപ്പം ഡെലിവറിക്ക് ശേഷം എന്തായാലും വീക്കാവും. നമ്മൾ അനുഭവിച്ചവരാണ്. മീൻസ് ഞാനൊരു അമ്മയാണ്, പ്രസവിച്ച ആളാണ്. സോ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ രീതിയായിരിക്കും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, നമുക്ക് എത്രത്തോളം റെസ്റ്റ് വേണം. ഏതൊരു അമ്മയ്ക്കും അതറിയാം. ഏതൊരു അമ്മമാർക്കും ഏതൊരു സ്ത്രീകൾക്കും, പ്രസവിച്ച ഒരു സ്ത്രീകൾക്കും അറിയാം. സോ അനീഷന്റെ നല്ല സ്വീകരണമൊക്കെ കണ്ടിരുന്നോ? അനീഷിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. ഞാനത് പറഞ്ഞല്ലോ, ഐ ലവ് യു അനീഷ്. ഞാൻ പറഞ്ഞല്ലോ, അനീഷിനോട് ഞാൻ പറഞ്ഞു. ഈ ഷൂട്ടുകൾക്കിടയിൽ ഋതപ്പനെയും കിച്ചുവിനെയും ഒക്കെ അത്യധികം കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാതെ വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? നാട്ടില് നമുക്ക് പറ്റുമല്ലോടാ, നമുക്ക് പറ്റും. പിന്നെ ഈ ദുബായിൽ പറഞ്ഞ പോലെ നമുക്കിപ്പോ എപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യാമല്ലോടാ, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടല്ലോ. ബിഗ് ബോസ് കാണാതിരുന്നത്, നേരിട്ട് കാണാൻ വേണ്ടിട്ട് ആ ഒരു സൗകര്യം കിട്ടാതെ വരുന്നതൊക്കെ ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതിലൂടെ അല്ലേ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇതിലൂടെ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് വിഷമമാകുന്നത്. അയ്യോ, നേരിട്ട് കാണാൻ. ഞാൻ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ വീഡിയോ കോൾ എനിക്ക് സങ്കടമാണ്. വേറൊന്നും കൊണ്ടല്ല, എല്ലാരും സന്തോഷിക്കാനാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. അങ്ങനെങ്കിലും കാണാമല്ലോ, എനിക്ക് അങ്ങനെങ്കിലും കണ്ടാൽ പോലെ. നേരിട്ട് കാണുന്നത് നേരിട്ട് കാണണം, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡുള്ള ആളാണ് ഞാൻ. അതെ, അതുകൊണ്ട് കഴിവത് ഞാൻ വീഡിയോ കോളും ഓഡിയോ കോളും ഒന്നും ചെയ്തു. സൗണ്ട് കേട്ട ഓർത്താലോ. അപ്പം മനസ്സിലായല്ലോ, കൂട്ടുകാരെൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയും, രേണുസുതി ഞങ്ങളെ വിളിക്കുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല, എടുക്കുന്നില്ല. ഇതാണ്, നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ സൗണ്ട് ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളെ നേരിട്ട് സംസാരിക്കാൻ തോന്നും, വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങളെ നേരിട്ട് കാണാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ അധികം ഫോൺ യൂസ് ചെയ്യാത്തത്, നിങ്ങളോട് സംസാരിക്കാത്ത, വീഡിയോ കോൾ ചെയ്യാത്ത. അതുപോലെ അനീഷന്റെ ഈ പറഞ്ഞ നാട്ടിലെ സ്വീകരണമൊക്കെ കണ്ടിരുന്നോ? പിന്നെ ഭയങ്കര സന്തോഷമായി. കാരണം അനീഷിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. ഞാനത് പറഞ്ഞല്ലോ, ഐ ലവ് യു അനീഷ്. ഞാൻ പറഞ്ഞല്ലോ, അനീഷിനോട് ഞാൻ പറഞ്ഞു ഐ ലവ് യു അനീഷ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഐ ലവ് യു അനീഷ് യു ആർ മൈ ബ്രോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹഗ് ചെയ്തപ്പം ലവ് യു മൈ സിസ്റ്റർ എന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെ നിങ്ങൾ ഭയങ്കര ഒരു പോസിറ്റീവ്, നിങ്ങളെപ്പോലെ ഒരു പോസിറ്റീവ് ആളെ ഞാൻ കണ്ടിട്ടില്ല എന്നും അനീഷിൻ്റെ അടുത്ത് എന്തോ ഒരു വാക്ക് പറഞ്ഞു. ലൈവിൽ കാണിച്ച് കേൾപ്പിച്ചായിരുന്നു, അത് ലൈവിൽ പോയായിരുന്നു. അതുപോലെ അനീഷ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്ത്രീകൾക്ക് അനാവശ്യമായ കുറച്ച് പ്രിവിലേജ് ഒക്കെ ഉണ്ട്. കാണണം കേട്ടോ, സത്യമായിട്ടും കണ്ടില്ല. ഈ അനാവശ്യമായ പ്രിവിലേജുകൾ കിട്ടുന്നുണ്ട്. 6 മാസത്തെ, നമ്മളും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടതാണ് കേട്ടോ, 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതായത് ഡെലിവറിക്ക് ശേഷം ഡെലിവറി അങ്ങനെയൊക്കെ പറയുന്നുണ്ടായി. അത് ഞാൻ കേട്ടില്ല അനീഷ് പറഞ്ഞേട്ടോ, ഞാനും ഇങ്ങനെ കണ്ടതാണ്. അയ്യോ, അത് പറഞ്ഞത് ഇപ്പം എനിക്കൊന്ന് അതായത് ആണുങ്ങളുടെ ശരീരത്തിനേക്കാളും എന്താ പറയാ വീക്കാണെന്ന് തോന്നുന്നല്ലോ പെണ്ണുങ്ങൾ. ഇപ്പം ഡെലിവറിക്ക് ശേഷം എന്തായാലും വീക്കാവും നമ്മുടെ ശരീരം. അപ്പൊ നമുക്ക് എന്തായാലും റെസ്റ്റ് എടുക്കണം. അനീഷ് പറഞ്ഞാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബാക്കി എല്ലാ കാര്യവും ഒക്കെയാണ്. അപ്പം നമ്മൾ അനുഭവിച്ചവരാണ്. മീൻസ് ഞാനൊരു അമ്മയാണ്, പ്രസവിച്ച ആളാണ്. സോ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ രീതിയായിരിക്കും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ, നമുക്ക് എത്രത്തോളം റെസ്റ്റ് വേണം. ഏതൊരു അമ്മയ്ക്കും അതറിയാം. ഏതൊരു അമ്മമാർക്കും ഏതൊരു സ്ത്രീകൾക്കും, പ്രസവിച്ച ഒരു സ്ത്രീകൾക്കും അറിയാം. സോ
ഞാൻ അനീഷിനെ കുറ്റപ്പെടുത്തിയതല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അറിവ് കൊണ്ടാകാം, ആകാതിരിക്കാം, എന്തുമാട്ടെ. സപ്പോസ് ഞാനത് കേട്ടില്ല, അനീഷ് പറഞ്ഞാട്ടേ കേട്ടില്ല, ഇങ്ങനെ ഞാൻ കേട്ടതേ ഉള്ളൂ. സോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ശരീരം, പെണ്ണുങ്ങളുടെ ശരീരം തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമ്മൾ വീക്കാവും അല്ലേ. കുറേ എന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊന്ന് ഓക്കെ ആവണത്. അങ്ങനെയാണ്, ഇത് വലിയൊരു പ്രോസസ്സിങ് ആണ് ഡെലിവറി എന്ന് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി പഠിപ്പിക്കുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. കാരണം അതൊരു അതൊരു വലിയ അനുഗ്രഹമാണ്. അത്യപൂർവ്വം ഒരു അനുഗ്രഹമാണ് ഒരു അമ്മയാകുക, ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഭൂമിയിലേക്ക് ആ കുഞ്ഞിനെ വെട്ടം കാണിക്കുക അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. സപ്പോസ് എൻ്റെ ഇതിൽ പറയുന്നതാണ്, ഭാഗ്യം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഏറ്റവും വലിയൊരു ഭാഗ്യവതി തന്നെയാണ്. 2 പിള്ളേരുടെ അമ്മയാണ് ഞാൻ. സോ